എല്ലാവർക്കും നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കോണ്ടിനെൻറ്റ്സ് നമ്മൾ ഓൾറെഡി നോക്കിയിരുന്നു. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്ററാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഓഷ്യൻസ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. ഓഷ്യൻസ് നമുക്കറിയാം 5 ഓഷ്യൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, അന്റാർട്ടിക് ഓഷ്യൻ ആൻഡ് ആർട്ടിക് ഓഷ്യൻ. ഏതൊക്കെയാണ്? പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, അന്റാർട്ടിക് ഓഷ്യൻ ആൻഡ് ആർട്ടിക് ഓഷ്യൻ. അത് മാത്രമല്ല, നമുക്ക് സീ എന്താണെന്ന് കൂടി പഠിക്കണ്ടേ? സീ എന്താണെന്നറിയോ? സീസ് ആർ ദ പാർട്ട് ഓഫ് ഓഷ്യൻ പാർഷ്യലി സറൗണ്ടഡ് ബൈ ലാൻഡ്. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഷ്യൻ്റെ ഒരു പാർട്ടാണ് എന്ത്? സീ എന്ന് പറയുന്നത്. പക്ഷെ അതെന്താണ്? ഭാഗികമായിട്ട് കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത്? കടലുകൾ എന്ന് പറയുന്നത്. ഭാഗികമായിട്ട് എന്താണ്? കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രങ്ങളെയാണ് നമ്മൾ കടലുകൾ എന്ന് പറയുന്നത്. Oceans are interconnected. You can identify this with the help of a globe or software like the Sunlock and Marble. These interconnected oceans are together known as the world ocean. അപ്പോൾ സമുദ്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? പരസ്പരം ചേർന്നതാണ് അല്ലേ? പരസ്പരം ചേർന്ന് സ്ഥിതി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമുദ്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമുദ്രങ്ങൾ, ചേർന്ന് കിടക്കുന്ന സമുദ്രങ്ങളെ എല്ലാം കൂടി പറയുന്ന പേരാണ് ലോകമഹാസമുദ്രം അല്ലെങ്കിൽ വേൾഡ് ഓഷ്യൻ എന്ന് പറയുന്നത്. ഇനി ആദ്യത്തേതാണ് പസഫിക് ഓഷ്യൻ. Pacific Ocean is the largest ocean. It has the largest number of islands. The Challenger Deep in the Pacific Ocean is the world's deepest point. The Pacific Ocean is the world's largest fishing ground and is rich in minerals. അപ്പോൾ വലിപ്പത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഏത്? പസഫിക് ഓഷ്യൻ അല്ലെങ്കിൽ പസഫിക് സമുദ്രം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് ഈ സമുദ്രത്തിലാണ്. അപ്പോൾ പസഫിക് ഓഷ്യനിലാണ് ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത്. പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം അല്ലെങ്കിൽ ചലഞ്ചർ ഡീപ്പാണ് ഏറ്റവും ആഴം കൂടിയിട്ടുള്ള ഒരു പ്രദേശം. ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നത് പസഫിക് സമുദ്രത്തിലാണ്. കണ്ടോ? പസഫിക് ഓഷ്യൻ ഈസ് ദ വേൾഡ് ലാർജസ്റ്റ് ഫിഷിംഗ് ഗ്രൗണ്ട് ആൻഡ് ഇസ് റിച്ച് ഇൻ മിനറൽസ്. ധാതു സമ്പന്നമാണ് ഈ പസഫിക് ഓഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ പസഫിക് ഓഷ്യൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ലാർജസ്റ്റ് ഓഷ്യനാണ്, ലാർജ് നമ്പർ ഓഫ് ഐലൻഡ് ഉണ്ട്, ചലഞ്ചർ ഡീപ്പാണ്, ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റ്, വേൾഡിലെ തന്നെ ഡീപ്പസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ചലഞ്ചർ ഡീപ്പ് സ്ഥിതി ചെയ്യുന്നത് പസഫിക് ഓഷ്യനിലാണ്. പിന്നെ എന്താണ്? വേൾഡ് ലാർജസ്റ്റ് ഫിഷിംഗ് ഗ്രൗണ്ട് ആണ്, അതുപോലെ റിച്ച് ഇൻ മിനറൽസ് ആണ് അല്ലേ. ഇനി സൈസ് ഓഫ് പസഫിക് ഓഷ്യൻ. ദ പസഫിക് ഓഷ്യൻ അലോങ് വിത്ത് ഇറ്റ്സ് അസോസിയേറ്റഡ് സീസ് cover 1/3 of the earth total area. It is more than the total size of all the continent put together. അതായത് പസഫിക് സമുദ്രവും അതിനോട് ചേർന്ന് കിടക്കുന്ന കടലുകളും ചേർന്നാൽ ഭൂമിയുടെ ആകെ വിസ്തൃതിയുടെ 1/3 ഭാഗമെങ്കിലും വരുന്നാണ് പറയുന്നത്. അപ്പം എല്ലാ വൻകരകൾ കൂടി ചേർന്നാലും ആകെ വലുപ്പത്തേക്കാൾ, അതായത് പസഫിക് സമുദ്രത്തിൻ്റെ വലുപ്പത്തേക്കാളും അതിനേക്കാളൊക്കെ കൂടുതലാണ് പസഫിക് സമുദ്രത്തിൻ്റെ വലുപ്പം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തതാണ്, അതുപോലെ നമുക്ക് ഈ പിക്ചറിൽ കാണാം പസഫിക് ഓഷ്യൻ കിടക്കുന്നത് കണ്ടല്ലോ. ഇനി നെക്സ്റ്റ് വണ്ണാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ. Atlantic Ocean is the second largest ocean. The Grand Bank, which is an important fishing ground, is in this ocean. The northern part of this ocean is the world's busiest ocean route. അതായത് വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് ഏത്? അറ്റ്ലാന്റിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള ഗ്രാൻഡ് ബാങ്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഈ പറയുന്ന അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്കു ഭാഗത്ത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന വിശേഷണവും ഉണ്ട്. കണ്ടോ? അറ്റ്ലാന്റിക് സമുദ്രം കണ്ടല്ലോ, അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ. Observe figure 6.4. Third in size, this ocean has the distinction of being an ocean named after a country. The Arabian Sea and Bay of Bengal are part of the Indian Ocean. അപ്പോൾ എന്താണ്? വലിപ്പത്തിൽ 3ാം സ്ഥാനമുള്ള ഈ സമുദ്രത്തിന് ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം എന്ന വിശേഷണം കൂടി ഉണ്ടല്ലേ. നമ്മുടെ ഇന്ത്യയുടെ പേരിൽ അറിയപ്പെടുന്ന ഓഷ്യനാണ് ഇന്ത്യൻ ഓഷ്യൻ. ഇതിൻ്റെ ഭാഗങ്ങളായ അറബിക്കടലും ബംഗാൾ ഉൾക്കടലും കണ്ടോ? ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ അറബിക്കടലും ബംഗാൾ ഉൾക്കടലും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇനി കോറൽ റീഫ്സ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? പവിഴപ്പുറ്റുകൾ. എന്താണ് കോറൽ റീഫ്സ്? പവിഴപ്പുറ്റുകൾ. Coral reefs are an important feature of the Indian Ocean. Corals are formed by the accumulation of calcium compounds secreted by tiny marine organism called coral polyps found in tropical ocean. Lakshadweep Island are formed of this accumulated coral polyps.
അതായത് കോറൽ റീഫ്സ് എന്ന് വെച്ചാൽ എന്താണ്? പവിഴപ്പുറ്റുകൾ അല്ലേ? പവിഴപ്പുറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന പ്രത്യേകതയാണ്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത്. അറബിക്കടലിലെ ലക്ഷദ്വീപ് സമൂഹത്തിലെ അധികവും പവിഴപ്പുറ്റുകളാണ്, അല്ലെങ്കിൽ പവിഴദ്വീപുകളാണ്. ലക്ഷദ്വീപിൽ കൂടുതലും എന്താണ്? പവിഴദ്വീപുകളാണെന്നാണ് പറയുന്നത്. പിന്നെ കോറൽ റീഫ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യനിലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്, ഒരു പ്രത്യേകതയാണ്. ഇനി അടുത്തതാണ് അന്റാർട്ടിക് ഓഷ്യൻ. ഏതാണ്? അന്റാർട്ടിക് ഓഷ്യൻ. ദ ഓഷ്യൻ ബോർഡറിംഗ് അന്റാർട്ടിക്ക ഈസ് നോൺ ആസ് അന്റാർട്ടിക് ഓഷ്യൻ. സിൻസ് ദ region experiences severe cold, the surface of this ocean is almost entirely frozen. It is believed that the ocean bed is rich in minerals. Many varieties of fish are also present in the ocean. അപ്പോൾ അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. വളരെയേറെ തണുപ്പുള്ള പ്രദേശമായതിനാൽ ഈ സമുദ്രത്തിൻ്റെ ഉപരിഭാഗം ഏകദേശം പൂർണ്ണമായും തണുത്തുറഞ്ഞൊരു അവസ്ഥയിലാണ്. ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ധാരാളം ധാതു നിക്ഷേപങ്ങൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ധാരാളം മത്സ്യസമ്പത്തും ഈ സമുദ്രത്തിൽ ഉണ്ട്. നെക്സ്റ്റ് ആണ് ആർട്ടിക് ഓഷ്യൻ. ദ ഓഷ്യൻ ദാറ്റ് എൻസർക്കിൾ ദ നോർത്ത് പോൾ ഈസ് ദ ആർട്ടിക് ഓഷ്യൻ. ഇറ്റ് റിമൈൻസ് ഫ്രോസൺ ഫോർ ഓവർ 6 months a year. Locate the Antarctic and Arctic Ocean with the help of a world map and globe. You would have now realized that Earth we live is in vast and diverse. The plant and animal life including man make use of the diversity of their existence. Man depend on the earth land masses for the basic needs like water, food, shelter and clothing. Like the continents, the oceans also play an important role in making life on earth possible. We utilize oceans directly or indirectly for various purposes such as fishing, minerals, exploration, transport and recreation. This beautiful earth belongs to all living beings. It is a duty of every individual to preserve the resources on land and in water and for future generation. അപ്പോൾ ഇവിടെ എന്താ? ഉത്തരധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഈ സമുദ്രം വർഷത്തിൽ 6 മാസത്തിലേറെ കാലം മഞ്ഞു മൂടിക്കിടക്കുന്നതാണ് എന്ത്? ആർട്ടിക് സമുദ്രം. നമ്മളോട് മാപ്പ് എടുത്ത് അല്ലെങ്കിൽ ഒരു ഗ്ലോബോ മാപ്പ് എടുത്ത് ആർട്ടിക് സമുദ്രം അന്റാർട്ടിക് സമുദ്രം നോക്കാൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്താണ്? നമ്മൾ ഈ ജീവിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് എന്താണ്? വളരെ വിസ്തൃതവും വൈവിധ്യമാർന്നതും ഒക്കെയാണ്. ഈ വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തിയാലാണ് ഭൂമിയിലെ മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജന്തുജാലങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ അടിസ്ഥാന ആവശ്യങ്ങളായ ജലം, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം ഇവയെല്ലാം മനുഷ്യരെ ആശ്രയിക്കുന്നത് പ്രധാനമായും ഭൂമിയിലെ കരഭാഗത്തെയാണ്. ഭൂമിയിൽ നമ്മുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്നതിൽ വൻകരകൾക്കും സമുദ്രങ്ങൾക്കും വലിയ പങ്കുണ്ട്. മത്സ്യസമ്പത്ത്, ധാതു നിക്ഷേപങ്ങൾ, ഗതാഗതം, വിനോദം തുടങ്ങി വിവിധ തരത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും നാം സമുദ്രങ്ങളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. കരയിലും സമുദ്രത്തിലുമായി നിലകൊള്ളുന്ന വിഭവ സമ്പത്ത് വരും തലമുറകൾക്കും കൂടി അറിയുവാനും അത് അനുഭവിക്കുവാനും ഇതെല്ലാം കാത്തു സൂക്ഷിക്കാനൊക്കെ എന്താണ്? നമ്മുടെ കടമയാണ്. അപ്പം നമ്മൾ ഓഷ്യൻസിനെ പറ്റി പഠിച്ചു. 5 ഓഷ്യൻസിൻ്റെ കാര്യങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? പസഫിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, ആർട്ടിക്, അന്റാർട്ടിക്, പിന്നെ ഏതാണ്? ഇന്ത്യൻ ഓഷ്യൻ അല്ലേ? അത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി ഇതിൽ സമ്മറി എന്താണെന്ന് നമുക്ക് നോക്കാം. മേജർ പോർഷൻ ഓഫ് ദ എർത്ത് സർഫസ് ഈസ് വാട്ടർ. നമുക്കറിയാം ഭൂമിയുടെ ഉപരിതലത്തിൽ ഭൂരിഭാഗവും എന്താണ്? വെള്ളമാണ്. ദർ ആർ 7 കോണ്ടിനെൻറ്റ്സ് ആൻഡ് 5 ഓഷ്യൻസ് ഓൺ ദ എർത്ത്. നമ്മൾ എന്തിനെക്കുറിച്ച് ഈ ചാപ്റ്ററിൽ പഠിച്ചത്? 7 കോണ്ടിനെൻറ്റ്സിനെ കുറിച്ചും 5 ഓഷ്യൻസിനെ കുറിച്ചും പഠിച്ചു. ഓഷ്യൻസ് ആർ എക്സ്ട്രീംലി വാസ്റ്റ് വാട്ടർ ബോഡീസ്. അപ്പോൾ വിസ്തൃതമായ ജലാശയങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമുദ്രങ്ങളെന്ന് പറയുന്നത്. കോണ്ടിനെൻറ്റ്സ് ആർ വാസ്റ്റ് ലാൻഡ് മാസസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ഓഷ്യൻ. അപ്പോൾ സമുദ്രങ്ങൾക്കായിട്ട് ഇടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൻകരകൾ. ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ഇൻ ദ ടോപ്പോഗ്രഫി, ക്ലൈമറ്റ് ആൻഡ് പ്ലാന്റ് ആൻഡ് അനിമൽ ലൈഫ് ഇൻ ദ കോണ്ടിനെൻറ്റ്. അപ്പം വൻകരകളുടെ ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജന്തുജാലങ്ങൾ എന്നിവയിലൊക്കെ വൈവിധ്യം നിലനിൽക്കുന്നുണ്ട്. ലൈക്ക് ദ കോണ്ടിനെൻറ്റ്സ്, ഓഷ്യൻസ് ഓൾസോ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സസ്റ്റെയിനിങ് ലൈഫ് ഓൺ എർത്ത്. അല്ലേ? ഭൂമിയിൽ നമ്മുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്നതിൽ വൻകരകളെ പോലെ തന്നെ സമുദ്രത്തിനും എന്തുണ്ട്? പ്രധാന പങ്കുണ്ട്. ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് എവറി ഇൻഡിവിജ്വൽ ടു പ്രിസർവ് ദ റിസോഴ്സസ് ആൻഡ് ഡൈവേഴ്സിറ്റി ഓൺ ദ എർത്ത്. അതായത് എന്താണ്? ഭൂമിയിലെ വൈവിധ്യവും വിഭവ സമ്പത്തും ഒക്കെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെൻറ്റ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.